ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും വർഷയും അതുപോലെ തന്നെ വിവേകിൻ്റെ വിവാഹമായിട്ടുണ്ട്. അങ്ങനെ ആ സ്വർണ്ണങ്ങളൊക്കെ അഭി തന്നെയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് അഭി തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിലെല്ലാവർക്കും സന്തോഷമായി. ആ സമയത്ത് ഇന്നൊരു രാത്രി മാത്രമേ നമുക്ക് ഒരുമിച്ച് കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് കഴിഞ്ഞ നാളെ വർഷ വിവേകിൻ്റെ വീട്ടിലായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. ആ സമയത്ത് എന്തിനാ വിഷമിക്കേണ്ട കാര്യമെന്ന് അഞ്ജു പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയല്ലേ വർഷയുള്ളത്. കാരണം ഇവൾക്ക് നല്ലൊരു സ്ഥാനമല്ലേ വിവേകിൻ്റെ മനസ്സിൽ നാളെ കിട്ടുന്നത്. അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം അവൾക്ക് കിട്ടുമല്ലേ, അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ആ 4 കുട്ടികളും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ശ്രീനാഥിന് നാളെ വർഷയുടെ കല്യാണമാണെന്നുള്ള ചിന്തയിൽ തന്നെ നടക്കുകയാണ്. അയാൾക്ക് ഊണും ഉറക്കവും ഇല്ലാണ്ടായി കേട്ടോ. ഒരു പക്ഷേ അയാളുടെ മനസ്സിൽ ഇപ്പോഴും വർഷയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിവേക് എല്ലാം തന്നെ വാച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. കാരണം അയാളുടെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു. അതിനുശേഷം തന്നെ എന്തും അവർ ചെയ്യുന്നതോ അവർ നോക്കുന്നതോ നടക്കുന്നതെല്ലാം വിവേകിനൊരു സംശയം എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ശ്രീയേട്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, കിടന്നില്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ. ഇല്ല വർഷേ, ഉറക്കമൊന്നും വന്നില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതെ ശ്രീയേട്ടാ, എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. ശ്രീയേട്ടന് എന്തായാലും ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ഏയ് അതൊന്നും വേണ്ട, നാളെ വർഷയ്ക്ക് നേരത്തെ എഴുന്നേറ്റ് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനില്ലേ, വർഷ പോയി കിടന്നോളൂ എന്ന് പറയുന്നു. ഏയ് ഒന്നുമില്ല ശ്രീയേട്ടനും കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരുന്നാൽ നമുക്ക് ഉറക്കം വരും, നമുക്കിവിടെ ഇരിക്കാമെന്ന് പറയുന്നു കേട്ടോ. ശ്രീയേട്ടന് എന്തെങ്കിലും കുടിക്കാൻ വേണോ, ചായയോ കോഫിയോ എന്തെങ്കിലും വേണോ, ചൂടുവെള്ളം മാത്രം മതിയെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ശ്രീനാഥിന് ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഇതെല്ലാം വിവേക് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് വിവേക് അവിടെ നിന്ന് മാറുന്ന ദേഷ്യം വന്നിട്ട്, പക്ഷേ വിവേകിനെ കുറിച്ചുള്ള വർഷയുടെ പറയുന്ന കാര്യങ്ങൾ വിവേക് കേൾക്കുന്നില്ല കേട്ടോ. വിവേക് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി എന്നും വിവേക് എൻ്റെ കൂടെ വേണമെന്നാണ് ശ്രീയേട്ടൻ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് വിവേക് കേൾക്കുന്നില്ല. വീണ്ടും വിവേക് വരുമ്പോൾ ഇവരിയ്ക്കുന്നതും സംസാരിക്കുന്നതും മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ശ്രീയുടെ ഹെൽത്തിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം തന്നെ വർഷ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളമായിട്ട് വർഷ വരുന്നു. അങ്ങനെ ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒന്നുകൂടി ചുമയ്ക്കുന്നുണ്ട് കേട്ടോ. ശ്രീയേട്ടൻ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ കുടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ വിവേകിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നെ വർഷയുടെ കയ്യിലുള്ള ആ മോതിരം ശ്രീനാഥ് പിടിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെ മനസ്സിൽ വിവേകിൻ്റെ തോന്നിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രീനാഥിൻ്റെ മനസ്സിൽ എപ്പോഴും വർഷയെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കമൊന്നും വരുന്നില്ല, ആകെ ടെൻഷനായിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെ കാണുമ്പോൾ. അങ്ങനെ ബാഗ് തുറക്കുമ്പോൾ മദ്യക്കുപ്പി അതിനകത്തുണ്ടായിരുന്നു. അയാൾ വീണ്ടും മദ്യപിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോധമില്ലാതെ ആവുന്നുണ്ട് അയാൾക്ക്, അതായത് ശ്രീനാഥിന്. കാരണം വർഷയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തൻ്റെ മാനസിക നില ആകെ തെറ്റുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ എല്ലാവരും കൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ ഒരു സൗണ്ട് കേട്ടത്, നമുക്ക് പുറത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് വേറൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്, ആ ഒരു രാഘവനെ തന്നെയാട്ടോ. ഞാനിവിടെ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, വേറെ സൗണ്ടൊന്നുമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് രാഘവൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തിനാ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട് നോക്ക്, എനിക്ക് ഉറക്കം വന്നില്ല, നാളെ കല്യാണമല്ലേ, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെ ഇരിക്കുമായിരുന്നെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് കിടക്കാനായിട്ട് നോക്കും, ഞങ്ങൾ അകത്തേക്ക് പോവാണെന്ന്. പക്ഷേ രാഘവൻ അവിടെ എന്തൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണെങ്കിലോ ബ്യൂട്ടീഷ്യനൊക്കെ വന്നിട്ട് വർഷയെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശിവയാണെങ്കിലോ ഇത് നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യണം, എൻ്റെ ശിവ നീ ഒന്ന് അടങ്ങിയിരിക്കുക, അവർ ചെയ്തോളും, നീ ഒന്നും മിണ്ടാതിരിക്കുക വർഷേ, അടിപൊളിയായിരിക്കണം നമ്മുടെ മേക്കപ്പ്, അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും തന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് പറയുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും വിവേക് അവിടെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി. 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട്, ഇന്ന് മുതൽ വിവേക് പെട്ടുപോയെന്ന് പറയുന്നു. നീ ഒന്ന് പോടാ, വർഷ അങ്ങനെയൊന്നുമല്ല, നല്ല കുട്ടിയാണെന്ന് പറയുന്നു. ആദ്യമൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും, പക്ഷേ ഇപ്പം നീ അമ്മയുടെ പിടിയിലാണ്, ഇനി ഭാര്യയുടെ പിടിയിലും കൂടി ആയിരിക്കും. എന്തായാലും നമുക്ക് കണ്ണ് തന്നെ അറിയാം കേട്ടോ, ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയം നല്ല സന്തോഷകരമായി നിൽക്കുന്നു കേട്ടോ. പിറ്റേന്ന് പിന്നെ തന്നെ നമ്മുടെ ശ്രീനാഥ് വീണ്ടും മദ്യപിക്കുന്നതായിട്ടാണോ കാണിക്കുന്നത്. അയാൾക്ക് മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈ സാരി നല്ല വിളവെടുപ്പുള്ള സാരിയാണല്ലോ, നല്ല ഒരു തുണിയാണ്, നല്ല രീതിയിലൊക്കെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ ആ ബ്യൂട്ടീഷ്യൻ. ആ സമയത്ത് വസുന്ധര, അതായത് ഇവളുടെ അമ്മായിയമ്മ ഇവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത സമ്മാനമാണെന്ന് പറയുന്നു.
ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഇടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ഓർണമെൻറ്റ്സിൻ്റെ ബോക്സ് എടുത്തിട്ട് വരാനായിട്ട് അങ്ങനെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാമെന്ന് പറയുന്നു. ആ സമയത്ത് ചേച്ചി ചായ കുടിച്ചില്ലല്ലോ, ചായ കുടിച്ച് വെക്കൂ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചായ ഇപ്പോൾ വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പോയി താഴത്തുനിന്ന് ചായ കുടിച്ചിട്ട് വരാം. അവർ പോകുന്നു കേട്ടോ. അപ്പോൾ ശിവയും അവിടെ വർഷയും മാത്രമേ ഉള്ളൂ. അവിടേക്ക് രാഘവൻ വരുന്നുണ്ട്. ഒരു ദക്ഷിണയൊക്കെ ആയിട്ടാണ് വരുന്നത്. അയാൾ വീണ്ടും വന്നു. മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്കാനായിട്ട് പറയുന്നു കേട്ടോ. അങ്ങനെയല്ല മോളെ, ഞാൻ എന്തായാലും മോളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷയാണെങ്കിലോ ശിവയോട് പറയുന്നുണ്ട്, ശിവ നിൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ എന്ന് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് വേഗം കൊടുത്തിട്ട് ഇയാളെ പറഞ്ഞു വിടാൻ നോക്ക്, അധിക സമയം അയാൾ അവിടെ നിർത്തണ്ടെന്ന് പറയുന്നു. ഞാനിപ്പോൾ വരാം, ഇപ്പോൾ തിരക്കുകൾ തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് ശിവ അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മോളുടെ കല്യാണമല്ലേ, ഞാൻ അനുഗ്രഹിക്കാൻ വന്നതാണ്, ഇതാ ഇത് വെച്ചോ, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു കേട്ടോ. ഇല്ല മോളെ, മോളുടെ വിവാഹം കഴിയണവരെ ഞാൻ ഇവിടെ നിൽക്കും, താലി കെട്ടിയതിന് ശേഷം ഞാൻ തന്നെ തിരിച്ച് പൊയ്ക്കോളാം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും കാണില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നു കേട്ടോ. അതിനി അധിക സമയമില്ല, വിവേക് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഉടനെ തന്നെ ഞാൻ നിൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞിരിക്കും, അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ മാറുന്നു കേട്ടോ. എൻ്റെ മോൾക്ക് നല്ലത് വരും, ദീർഘസുമംഗലിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രീനാഥ് ആ ഒരു ഫോട്ടോ, വർഷയുടെ ഫോട്ടോ ശ്രീനാഥ് നോക്കുന്നത് രാഘവൻ കാണുന്നുണ്ട്. ആ സമയത്ത് രാഘവൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ മദ്യം കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്താണെന്നുള്ളത്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് നീ കല്യാണം കഴിക്കാൻ പോയതുമാണ്. അപ്പോഴത്തേനും എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാം. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ കല്യാണം കൊളമാക്കാമെന്ന് പറയുന്നു. നിങ്ങൾ എന്ത് വിവരം കേട്ട് പറയുന്നത്? അങ്ങനെ അവളുടെ കല്യാണം മുടക്കിയിട്ടൊന്നും ആർക്കൊന്നും ഇവിടെ നേടണ്ട. എടാ നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയാം. നീ മുടക്കിയില്ലെങ്കിൽ ആരും മുടക്കിയില്ലെങ്കിൽ കല്യാണം മുടങ്ങുന്നുള്ളത് ഞാൻ ഉറപ്പാണ്. പിന്നെ 2 എനിക്കും ഒഴിക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കട്ടെ. നിൻ്റെ മനസ്സിൽ ഇപ്പോഴും വർഷയുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ ആ വിവേകിന് അവളെ വിട്ടുകൊടുക്കേണ്ട ആവശ്യം? നീ ശരിക്കും പറഞ്ഞാൽ അവളെ വേണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നാൽ കാര്യം നടക്കില്ലായിരുന്നോ? അവൾ ആദ്യമേ പറഞ്ഞതല്ലേ നിൻ്റെ അഭിപ്രായത്തിനെതിരായിട്ട് അവളൊന്നും ചെയ്യില്ല എന്നുള്ളത്, വിവേകിനി വിവാഹം കഴിക്കില്ല എന്ന്. പക്ഷേ നീ അതിന് കൂട്ടുനിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ, അവൾക്ക് കിട്ടേണ്ട ജീവിതം അവൾക്ക് കിട്ടട്ടെ, ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാഘവൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഈ ഫോട്ടോ നീ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായടാ, അല്ലാതെ നീ ആരിൽ നിന്നും ഒളിക്കാനൊന്നും നോക്കണ്ട, കാര്യങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഇനി എത്ര ഒളിച്ചാലും അതും എനിക്ക് മനസ്സിലാവും. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കല്യാണം മുടക്കി തരാം എന്നൊക്കെ രാഘവൻ ശ്രീനാഥിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ എന്താവും തീരുമാനം എന്നറിയില്ല. ഒന്നാമത് ആ സ്വർണം എവിടെയോ പോയി, അത് രാഘവൻ തന്നെ എടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. വസുന്ധര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാക്കും. എന്താണെന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം കേട്ടോ.